ക്രിക്ടോക്സ് ത്രിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊരു മത്സരമാണ് ഇന്നലെ നടന്നത്. ഒരു ത്രില്ലർ പോരാട്ടം. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ചടിച്ച പോരാട്ടത്തിനൊടുവിൽ ഇതാ KKR തോറ്റു, LSG വിജയിച്ചു. KKR സീസണിൽ കളിച്ച 4 കളികളിൽ 3 പരാജയം. ഒരു കളി മഴ പെയ്ത് രക്ഷപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നാൽ മുകിൽ ചൗധരി എന്തൊരു പ്രകടനമാണ് ആ പയ്യൻ കാഴ്ചവെച്ചത്. അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ എങ്ങനെയാണോ ഫോം, അതേ ഫോം ഇവിടെ കൊണ്ടത് കളിച്ചു. അവർ 6 ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? MS ധോണി ഓർമ്മിച്ച 6 ആയിരുന്നില്ലത്, ഒരു ഹെലികോപ്റ്റർ 6 ഒക്കെ കണ്ടില്ലേ? അത്രയും മനോഹരതയിൽ ബാറ്റ് ചെയ്തു. ഈ കളിയിലേക്ക് നമുക്കൊന്ന് ശരിക്കും സമഗ്രമായി വിശകലനിച്ചാൽ, ടോസ് കിട്ടിയിട്ട് LSG നായകൻ ഋഷഭ് പന്ത് KKRനെ ബാറ്റിങ്ങിന് അയക്കുന്നു. ഈഡൻ ഗാർഡൻസിലാണ് കളിയെന്ന് ഓർക്കാം. KKRന്റെ ഹോം ഗ്രൗണ്ടിലാണ് കളി. ഒരു 220-210 ഒക്കെ വരേണ്ട പിച്ചിൽ KKR എന്താണ് ചെയ്തത് ഇന്നലെ? KKR 181 റൺസാണ് അടിച്ചത്. അപ്പോഴേ ഒരു 10-30 റണ്ണിന്റെ ഷോട്ട് ഉണ്ട് നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ KKRന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോ അവരുടെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ, തുടക്കത്തിലെ വിക്കറ്റ് പോയി. കൃത്യമായി പറഞ്ഞാൽ പിന്നലന്റെ വിക്കറ്റ് പോയി. പിന്നലൻ 9 റൺസാണ് എടുക്കുന്നത്. പ്രിൻസ് യാദവിന്റെ മുന്നിൽ ദിഗ്വേഷ് രാത്ത് പിടിച്ച് പുറത്താകുമ്പോൾ പിന്നെ അതിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ക്യാപ്റ്റൻ രഹാനെ മികച്ച പ്രകടനം ഇങ്ങനെ കാഴ്ചവെച്ചെന്ന് പറയാൻ കാരണം, രഹാനെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്ത് കളിച്ചു. അദ്ദേഹം 107 സെക്കൻഡ് ബാറ്റ് വീശി 4 4 2 6 24 ബോളിൽ 41 റൺസ് അടിച്ചു. രഘുവൻഷി ആവട്ടെ 33 45. ഈഡൻഗാർഡിലെ പിച്ചിൽ വെച്ചിട്ട് 33 45 റൺസ് വരുമ്പോൾ 110 സെക്കൻഡാണ്. ഒരു അല്പം കൂടി സ്കോറിംഗ് വേഗത കൂട്ടണമായിരുന്നു രഘുവൻഷി എന്നാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ ക്യാമറോൺ ഗ്രീന്റെ കളിയാവട്ടെ ഈ സീസണിൽ അദ്ദേഹം വളരെ പരിതാപകരമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ആദ്യത്തെ 18 ബോളിൽ 18 റൺസ് അങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് കയറി ക്യാമറോൺ ഗ്രീൻ. പക്ഷെ അവസാനത്തെ ഒരു 4-5 ബോൾ ആനടിച്ചു. കൃത്യമായിട്ട് 19 20 ആനടിച്ചു. ശരിയാണ്. ഗ്രീൻ 24 ബോളിൽ 32 റൺസ് 3 4 6. അദ്ദേഹം ഒരു 6 അടിച്ചപ്പോ അദ്ദേഹം റിലീഫ് കണ്ടില്ല നിങ്ങൾ? ഒരു സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അതാണ് സംഭവം. അതായത് അദ്ദേഹത്തിന് കൃത്യമായി ടെൻഷൻ ഉണ്ട്, അത് പ്രഷർ ഉണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലായ കളിയാൻ ഇന്നല. പിന്നെ റിങ്കു സിംഗിനെ കുറ്റിതെറിപ്പിക്കുന്നു ആവേശ് ഖാൻ കുറച്ച് ആവേശത്തിലാണ് ഇപ്പോ. 7 ബോളിൽ 4 റൺസ്. റൗമൻ പവലിന്റെ ആനടി അവസാനം 24 ബോളിൽ 39 റൺസ്. അങ്ങനെ 181 റൺസ്. ഈ പിച്ച് ഒട്ടും ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്കോറുമായിട്ടാണ് കൊൽക്കത്ത ചെയ്തത്. ഇപ്പൊ ബോളിംഗ് കാര്യത്തിൽ മുഹമ്മദ് ഷമി 4 ഓവറിൽ 27 റൺസിന് 0 വിക്കറ്റ്. പ്രിൻസ് യാദവ് 4 ഓവറിൽ 47-1. മണിമാരൻ സിദ്ധാർത്ഥ് 4 ഓവറിൽ 34-1. ദിഗ്വേഷ് രാത്ത് 4 ഓവർ 25-1. ആവേശ് ഖാൻ 4 ഓവറിൽ 44-1. അങ്ങനെ കൊൽക്കത്ത 151 റൺസ് അടിച്ചു. എന്നാൽ മറുഭാഗത്തേക്ക് വന്നാൽ ലക്നൌവിന്റെ കാര്യത്തിൽ മിച്ചിൽ മാഷും എയ്ഡൻ മാർക്രവും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്തു. മിച്ചിൽ മാഷും എയ്ഡൻ മാർക്രവും കൂടി ഓപ്പൺ ചെയ്തു. മാഷ് 11 ബോളിൽ 15 റൺസുമായി മാഷ് മടങ്ങി. ആദ്യം വിക്കറ്റ് പോയ എയ്ഡൻ മർക്രത്തിന്റെ വിക്കറ്റാണ്. മർക്രം പോകുമ്പോൾ 41 റൺസ്. മർക്രത്തിന് നവദീപ് സൈനിയാണ് പറഞ്ഞയക്കുന്നത്. വൈഭവ് അറോറയാണ് പറഞ്ഞേക്കുന്നത്. ഡീപ് മിഡ് വിക്കറ്റിൽ കളിക്കുമ്പോൾ റൗമൻ പവൽ ക്യാച്ച് എടുക്കുന്നു. അങ്ങനെ 15 പന്ത് എയ്ഡൻ മാർക്രം പോകുന്നു 22 റൺസുമായിട്ട്. പിന്നെ നമ്പർ 3 ഋഷഭ് പന്ത് വരുന്നു. ഋഷഭ് പന്ത് 9 പന്തിൽ 10 റൺസ്. അദ്ദേഹത്തിന്റെ വിക്കറ്റ് യഥാർത്ഥത്തിൽ ക്യാമറോൺ ഗ്രീനാണ് എടുക്കുന്നത് ഋഷഭ് പന്തിനെ. മിച്ചിൽ മാഷ് പോകുമ്പോൾ 11 പന്തിൽ 15. അങ്ങനെ ബൗളിംഗ് ഒരു അല്പമെങ്കിലും കൊൽക്കത്ത തിരിച്ചു വരുമെന്ന് സൂചന നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക്. പിന്നെ നിക്കോളാസ് പൂരൻ ഈ സീസണിൽ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഫോം ഔട്ടിലാണ്. അത് LSG ആരാധകരെ സമ്മതിച്ചേ പറ്റൂ. നിക്കോളാസ് പൂരൻ ഇന്നലെ 15 പന്തിൽ 13 റൺസ് എടുക്കുന്നത്. നിക്കോളാസ് പൂരനെ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഒരു സ്ലോവർ ബൗൺസർ വീഴുന്നു, അദ്ദേഹം അടിക്കുന്നു, ക്യാച്ച് വീഴുന്നു. റമൻദീപ് സിംഗ് ആണ് എടുക്കുന്നത്. പിന്നെ അബ്ദുൾ സമദിന് 4 ബോളിൽ 2 റൺ. ബൗൾഡാക്കിയോട് 4 ഗോൾ ഡ്രൈവ്. അങ്ങനെ KKR വിജയിക്കുമെന്ന് ഉറപ്പായ നിമിഷം അവിടെയാണ് താണ്ഡവം തുടങ്ങുന്നത്. മുകിൽ ചൗധരി, ആ പേരുകൾ ഓർമ്മിച്ച് വെച്ചത് മുകിൽ ചൗധരി. അദ്ദേഹത്തിന്റെ പ്രകടനം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും കിട്ടുന്ന പ്രകടനം എന്ന് പറയേണ്ടി വരും. അദ്ദേഹം യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാല് നമ്മുടെ
വൈഭവ് അറോറക്ക് ഒരു 6ഉം 4ഉം ഒക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്നു. 17ഉം 18ഉം 19ഉം ഓവറിൽ അങ്ങനെ ആരടിക്കുന്നു. വരുന്നവനും പോകുന്നവനൊക്കെ അടി. ചൈനിക്കടി കിട്ടുന്നു, നമ്മുടെ ഗ്രീൻ അടി കിട്ടുന്നു. അങ്ങനെ എല്ലാവർക്കും അടി. അവസാനത്തെ ഓവറിലൊക്കെ അവസാനത്തെ ഓവറിൽ അദ്ദേഹം ആവേശ് ഖാൻ സിംഗിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ വൈഭവ് 6 അടിക്കുന്നുണ്ട്. പിന്നെ 2 ഡോട്ട് ബോൾ ആവുന്നു. പക്ഷെ പ്രഷർ ഓൺ ബാറ്റ്സ്മാൻ. പക്ഷെ 6 അടിക്കുന്നു. 5ാമത്തെ ബോളുണ്ട്. ലാസ്റ്റ് ഒരു ബോളിലേക്ക് 1 റൺസ്. ആ 1 റൺസ് അദ്ദേഹം മിസ്സാക്കി. പക്ഷെ ഓടിയെടുക്കുന്നു. അൻഗ്രിഷ് രഘുവൻഷിക്ക് കൃത്യമായിട്ട് ചെമ്പിലേക്ക് എത്തിക്കാനായിട്ടില്ല. ആവേശ് ഖാൻ അപ്പുറത്തെത്തുന്നു. ഇന്നലത്തെ കളി ഓർമ്മില്ല. ഇന്നലെ മിന്നാത്തെ കളി ജോസ് ആയിട്ടാണ് മില്ലർ ഔട്ടായത്. മില്ലറല്ല, കുൽദീപ് ഔട്ടായത്. അങ്ങനെ കീപ്പർ ഇല്ലാണ്ട് കൊൽക്കത്ത പോയാലും തിരിച്ചടിയായി. മുകിൽ ചൗധരിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയണം. അദ്ദേഹത്തിന്റെ മുന്നേറുന്ന പ്രകടനം, അതായത് കൊൽക്കത്തക്ക് കളി കിട്ടിയെടുക്കുന്നെന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. അതിലേക്ക് സുനിൽ നരേന്റെ ഒരു ഓവർ ഉണ്ടായിരുന്നു. മികച്ച പ്രകടനം ആ ഓവറിലുണ്ടത്. ഒരു 4ഉം 1 വിക്കറ്റും ബാക്കി 4 ഡോട്ട് ബോൾ ആയിരുന്നു. അതായത് അത്രയും മികച്ച രീതിയിലായിരുന്നു. കൊൽക്കത്തയുടെ ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ വൈഭവ് അറോറ 4 ഓവറിൽ 38 റൺസ് 2 വിക്കറ്റ്. അനുകൂൽ 4 ഓവറിൽ 32 റൺസ്. നവനീത് സിംഗ് 3 ഓവറിൽ 37-0. സുനിൽ നരേൻ 4 ഓവറിൽ 13-1. കാർത്തിക് ത്യാഗി 3 ഓവറിൽ 31. കാമറോൺ ഗ്രീൻ 2 ഓവറിൽ 28. അദ്ദേഹം ഇപ്പൊ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും പരാജയമായി. ഇതിൽ പ്രഷറല്ലേ KKR 25 കോടിയുടെ പ്രൈസ് ടാഗ് പ്രഷർ ആയതിന് കൃത്യമായ തെളിവാണിത്. ഇപ്പോ നമ്മുടെ ഇവരുടെ നായകൻ ഋഷഭ് പന്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് മുകിൽ ചൗധരിയെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഒരു വേർഡ്സ് ഇല്ല, അത്രയും ഫെന്റാസ്റ്റിക് ആയിട്ട് മുകിൽ കളിച്ചിട്ടുണ്ടെന്നാണ് ഋഷഭ് പന്ത് LSG നായകൻ പറയുന്നത്. പിന്നെ നമുക്ക് അവനിൽ വിശ്വാസം ഉണ്ടായിരുന്നതും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത്രയും മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്ന് LSG നായകൻ പറയുന്നുണ്ട്. പിന്നെ ബഡോണിയുടെ പ്രകടനം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ബഡോണി ഇന്നലെ യഥാർത്ഥത്തിൽ 50 റൺസ് അടിച്ച് നമ്മൾ പറയാൻ പറ്റിയ കാര്യമാണ്. ആയുഷ് ബഡോണി ഇന്നലെ 34 പന്തിൽ 54 റൺസ് അടിച്ചു. ആയുഷ് ബഡോണി അദ്ദേഹത്തിന് മികച്ച പ്രകടനം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ആയുഷ് ബഡോണി കൃത്യമായി വിക്കറ്റ് കൊണ്ട് കളിച്ചു. കുറച്ച് ആനടിക്കുകയും ചെയ്ത് കൃത്യമായ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ കളിച്ചതും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വന്നാൽ, കൊൽക്കത്തക്ക് ഇപ്പോൾ ഒരു വലിയ പ്രഷർ. ഇപ്പൊ കാമറോൺ ഗ്രീന്റെ ഫോം ഔട്ട്, ബാറ്റിംഗിൽ ഇൻകൺസിസ്റ്റന്റ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കൊൽക്കത്തക്ക് ഉണ്ട്. ഇന്ന് കൊൽക്കത്ത ടീം മാനേജറൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ അജിങ്ക്യ രഹാനെ KKRന്റെ നായകൻ, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മള് നല്ല രീതിയിൽ കളിച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മുകിലിന്റെ നോക്ക്, അദ്ദേഹം കളിച്ച ഷോട്ട്, അതൊക്കെ കണ്ടിട്ട് കുറച്ച് അത്ഭുതപ്പെട്ടു പോയെന്നും KKR നായകൻ അജിങ്ക്യ രഹാനെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജസ്റ്റ് ഇൻക്രെഡിബിൾ എന്നാണ് മുകിൽ ചൗധരിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം. അവസാനത്തെ ഓവറിൽ ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ ഓവർ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇപ്പോ ലാസ്റ്റ് ഓവർ ഒരു ഓവറിനൊക്കെ 14 റൺസാണ് വേണ്ടത് LSGക്ക്. ആവേശ് ഖാൻ സിംഗിൾ ഇട്ട് കൊടുക്കുന്നു, മുകിൽ ചൗധരി 6 അടിക്കുന്നു. 2 ബോൾ ഡോട്ട് ആവുന്നു, പിന്നെ 6, പിന്നെ ലാസ്റ്റ് ഒരു സിംഗിൾ. അങ്ങനെയാണ് കളി തീരുന്നത്. അപ്പൊ KKRന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ സ്കോഡ് അനലൈസ് ചെയ്യുമ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് വിശദമായിട്ട് പറയുന്ന കാര്യം. KKRന്റെ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോ KKR ഇപ്പൊ തിരിച്ചു വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. കാരണം ബൗളിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ബാറ്റിംഗിൽ ഇൻകൺസിസ്റ്റന്റ് പ്രശ്നമാണ്. ഇപ്പൊ LSGയുടെ കാര്യത്തിലൊക്കെ ആയിരിക്കും വലിയ പ്രശ്നങ്ങളുണ്ടില്ലെന്ന് അറിയില്ല. പക്ഷെ അവർക്കിപ്പോ ഹസരൻ ഗെയ്നർ ഔട്ടാകാൻ, ഹസരൻ IPL കളിക്കില്ല എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസിന് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കാം.